നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിന്റെ 378 എപ്പിസോഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന സേവ് രത്നഗിരി ക്യാമ്പയിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നോ? എന്തിനാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കാലത്ത് പച്ചപ്പും ശുദ്ധവായുവും നിറഞ്ഞ കൊങ്കൺ തീരത്തിന്റെ സ്വർഗമായി അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് രത്നഗിരി. രത്നഗിരിയെക്കുറിച്ചും രത്നഗിരിയിലെ ഇന്നത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും പറയുന്ന ഐശ്വര്യ ആർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എവിടെയാണ് നഷ്ടപ്പെടുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നുയരുന്ന ആശങ്കകളെക്കുറിച്ചാണ്. പണ്ട് പ്രകൃതി ഭംഗിയാലും ശുദ്ധവായുവിനാലും സമൃദ്ധമായിരുന്നൊരു പ്രദേശം ഇന്ന് വലിയ പാരിസ്ഥിതിക വെല്ലുവിളിയെ നേരിടുകയാണ്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളുള്ള രാസവസ്തുക്കളുടെ ഉൽപ്പാദനം നമ്മുടെ മണ്ണിലേക്കെത്തുമ്പോൾ അത് ജനങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന ഗൗരവകരമായ ചോദ്യമാണ് ഉയരുന്നത്. ഒരു കാലത്ത് കൊങ്കൺ തീരത്തെ സ്വർഗമെന്നായിരുന്നു രത്നഗിരി അറിയപ്പെട്ടിരുന്നത്. തെങ്ങും മാവ് നിറഞ്ഞ പച്ചപ്പും സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളവുമുള്ള പുഴകളും ഈ നാടിൻ്റെ ഐശ്വര്യമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. വികസനത്തിൻ്റെ പാതയിൽ വ്യവസായങ്ങൾ വന്നതോടെ രത്നഗിരിയുടെ ആ പഴയ മുഖം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ലോട്ടെ വ്യവസായ മേഖല ഇന്ന് കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. കുന്നുകൂടുന്ന മാലിന്യങ്ങളും വായുമലിനീകരണവും ഈ പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. പണ്ട് സമൃദ്ധിയായി മീൻ ലഭിച്ചിരുന്ന ഇവിടത്തെ കടലോരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനം വലിയ പ്രതിസന്ധിയിലാണ്. കടലിലെ വിഷാംശം കാരണം മത്സ്യസമ്പത്ത് കുറയുന്നത് സാധാരണക്കാരായ തൊഴിലാളികളെ പട്ടിണിയിലാക്കുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് പുതിയ പ്ലാന്റുകളിൽ മാരകമായ വിഷാംശമുള്ള കെമിക്കലുകൾ ഉൽപ്പാദിക്കാനൊരുങ്ങുന്നത്. വികസിത രാജ്യങ്ങൾ തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി നിരോധിച്ച പല വ്യവസായങ്ങളും നിയന്ത്രണങ്ങളിലെ ഇളവുകൾ മുതലെടുത്ത് ഇവിടെ വേരുറപ്പിക്കുകയാണെന്ന ആശങ്ക പരിസ്ഥിതി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നു. ഈ ചർച്ചകളിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പേരാണ് PFAS അഥവാ പെർ ആൻഡ് പോളിഫ്ലൂറോയിക്കൽ സബ്സ്റ്റൻസസ്. ഇവയെ ശാസ്ത്രലോകം ഫോറെവർ കെമിക്കൽസ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവ പ്രകൃതിയിലോ മനുഷ്യ ശരീരത്തിലോ എത്തിയാൽ ഒരിക്കലും നശിച്ചു പോകില്ല. വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഇവ ശരീരത്തിൽ കടന്നുകൂടാം. പല വികസിത രാജ്യങ്ങളും ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ കണക്കിലെടുത്ത് ഇവയുടെ ഉപയോഗത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സേവ് രത്നഗിരി ക്യാമ്പയിൻ ശക്തമാകുന്നത്. ലോട്ടെ പരശുരാമിലെ കമ്പനികൾക്ക് സമീപമുള്ള ഭൂഗർഭജലം ഉടൻ പരിശോധിക്കുക, കർശനമായ സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, PFAS ഉൽപ്പാദനത്തിൽ കമ്പനികളുടെ ഉത്തരവാദിത്തം അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. വരും തലമുറയ്ക്കായി പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന ലളിതമായ ആവശ്യമാണ് ഈ ജനകീയ കൂട്ടായ്മ അധികൃതരോട് ആവശ്യപ്പെടുന്നത്. രത്നഗിരിയിലെ ഈ പ്രതിഷേധം കേവലം ഒരു സമരമല്ല, മറിച്ച് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ്. ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി ഓരോ പൗരന്റെയും അവകാശമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഗാനമേളകളിലൂടെയും നാടകഗാനങ്ങളിലൂടെയും പ്രേക്ഷകരുടെ മനം കവർന്ന തെന്നൽ കൃഷ്ണയെ അറിയില്ലേ? പാട്ടിന്റെ മായാജാലം തീർക്കുന്ന ഈ കലാകാരി പിന്നീട് ആകാശവാണിയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടുകയായിരുന്നു. തെന്നൽ കൃഷ്ണയുമായി വിഷ്ണു വിജയൻ നടത്തിയ അഭിമുഖം കാണാം. നമസ്കാരം. ശ്രോതാക്കളുടെ കാതുകളിലേക്ക് ഒരു തെന്നൽ കാറ്റെന്ന പോലെ ഓടിയെത്തുന്ന ശബ്ദമാധുര്യം. ആകാശവാണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അവതാരക RJ തെന്നൽ കൃഷ്ണയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. താങ്ക് യു. ഗാനമേളകളിൽ നിന്നായിരുന്നു അരങ്ങേറ്റം എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് അത് ഇവിടെ എത്തി നിൽക്കുന്നത് ഓരോ മലയാളിയുടെയും മനസ്സിന്റെ ഒരു സംഗീത തലത്തിലാണ്. ഇത്രയും കാലത്തെ സംഗീത ജീവിതം അത് താങ്കളുടെ മാഡത്തിന്റെ ഭാഷയിലും സംസ്കാരത്തിലും ചെലുത്തിയ പ്രാധാന്യം ഒന്ന് പറയാമോ? ഗായികയായിട്ടാണ് പബ്ലിക്കിലേക്ക് ഇറങ്ങിയത്. അത് ചെറിയ പ്രായത്തിലാണ്. അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഗാനമേളയിൽ പങ്കുചേർന്നത്. അപ്പം എൻ്റെ അച്ഛനിൽ നിന്നാണ് എനിക്ക് പാടാനുള്ള കഴിവ് ഉണ്ടായത്. ആ ഒരു കഴിവ് അച്ഛൻ പ്രോത്സാഹിപ്പിച്ചു, സഹോദരങ്ങളും പ്രോത്സാഹിപ്പിച്ചു, കുടുംബത്തിൽ നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. പാടിക്കണം, നല്ല വോയിസ് നല്ല സ്വീറ്റ് ആയിരുന്നു. പക്ഷെ അതിന് വേണ്ട സഹായങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരാനായിട്ടുള്ള സാമ്പത്തിക ഇതുണ്ടായിരുന്നില്ല. പക്ഷെ കഴിയുന്നത്ര അവസരങ്ങളിൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റേജുകളാണ്. ചിലപ്പോൾ കല്യാണ പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സമ്മേളന പരിപാടി ആയിരിക്കാം. അതിലങ്ങനെ തന്നെ ചെറിയ ചെറിയ, പിന്നെ പള്ളിയിലെ പെരുന്നാള്, അമ്പലത്തിലെ ഉത്സവം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. ഇന്നത്തെ പോലെ ഇവന്റ്സ് ഒന്നുമല്ല. എൻ്റെ ചേട്ടനൊക്കെ പാടുമായിരുന്നു. അപ്പൊ ആ ചേട്ടന്റെ കൂടെ തന്നെയാണ് ഞാൻ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിരുന്നത്.
അപ്പൊ അച്ഛൻ പറഞ്ഞു വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം, സൈഡിൽ കൂടി മാത്രം മതി പാട്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതിന് വാല്യൂ കൊടുത്തു. അങ്ങനെ തന്നെ പഠിക്കാനും മിടുക്കിയായിരുന്നു, പാടാനും മിടുക്കിയായി. മാഡത്തിന്റെ അവതരണ ശൈലി നമ്മൾ മുഴുവൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികളെ പോലെ സംസാരിക്കുന്നു, മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ അവരോട് അതുപോലെ സംസാരിക്കുന്നു, അവരവരുടെ ടോണുകളിൽ സംസാരിക്കുന്നു. വ്യത്യസ്ത വിഭാഗത്തിലെ ആളുകളോട് അവരവരോട് സംസാരിക്കുന്ന ടോണ് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് അവരിൽ ഒരാളെ പോലെ അവർക്ക് അറിയാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു പ്രാധാന്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആകാശവാണിയിലെ ചരിത്രം അല്ലെങ്കിൽ റേഡിയോയുടെ ഒരു ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ അത്രയും കാലത്തെ അവതരണ ശൈലിയെ ബ്രേക്ക് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു അവതരണ ശൈലിയായിരുന്നു, ഒരു പുതു അവതരണ ശൈലിയായിരുന്നു മാഡം അന്ന് പുതുതായി തുടക്കം കുറിച്ചത്. അത് എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നു, അതോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം? ഒരിക്കലല്ല ബ്രേക്ക് ചെയ്യണമെന്നൊന്നും മനഃപൂർവ്വം ഒന്നും വിചാരിച്ചാനൊന്നും ചെയ്തതല്ല. ഇറ്റ് ഹാപ്പൻഡ്. അതായത് ഞാൻ ആകാശവാണിയിൽ വന്നപ്പോ ഇപ്പൊ മിമിക്രിയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആകാശവാണിയെ പരിഹസിച്ചുകൊണ്ട് ആകാശവാണി അങ്ങനെയൊക്കെ പറയുന്ന. അപ്പൊ അവരിങ്ങനെ കളിയാക്കി, ഞാനിതെന്ത് ഇങ്ങനെ പറയുന്ന, കളിയാക്കിക്കൊണ്ട് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാനോർത്തു, ഞാൻ ജോയിൻ ചെയ്തപ്പോ തന്നെ ഞാൻ എന്റെ ഹെഡ്, ഞങ്ങൾക്കൊരു ഐസക് സർ എന്ന് പറഞ്ഞൊരു ആളായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റേഷൻ ഡയറക്ടർ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്തുള്ള കുറച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനൗൺസറെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊരു ക്ലാസ് തരാൻ പറഞ്ഞു. പറഞ്ഞു ഇല്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ തനിയെ പഠിച്ചോ. അന്ന് ശരി, ആ വാശി ഞാൻ എടുത്തു. എന്നാൽ തനിയെ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്വയം പ്രാക്ടീസ് ചെയ്തുണ്ടാക്കിയ ഒരു രീതിയിലാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ തുടങ്ങിയത്. ടി പി രാധാമണി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു വലിയ ഫേമസ് അനൗൺസറാണ് ആകാശവാണിയിൽ ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത്. നല്ല ഭയങ്കര വോയിസ് ആണ് അവരുടെ. അപ്പൊ അതിന്റെ ഒരു ഛായ വരണുണ്ടോന്ന് എനിക്കൊരു സംശയം. കാരണം എനിക്ക് അവരെ ഇഷ്ടമായിരുന്നു, നമ്മൾ അറിയാതെ ചിലപ്പോൾ അനുകരിച്ച് പോയേക്കാം. ആദ്യം എനിക്കത് തോന്നിയിരുന്നു. അപ്പൊ ഞാൻ അത് സെൻസ് ചെയ്തു, അങ്ങനെ വരാൻ പാടില്ലല്ലോ, തെന്നലായിട്ട് തന്നെ ഇരിക്കണ്ടേ എന്നുള്ളത് അന്നേ തുടങ്ങി എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ആദ്യമൊക്കെ എനിക്ക് രാധാമണിയുടെ ഇത് വന്നപ്പോൾ ഞാൻ അത് ശരിയല്ലല്ലോ, എനിക്ക് എൻ്റെ ആയിട്ടുള്ള ശൈലിയിൽ ചെയ്യണമല്ലോ. അപ്പൊ എനിക്ക് ചെറുതിലെ തന്നെ ഈ മൈക്ക് ഫ്രൈറ്റ്, സ്റ്റേജ് ഫ്രൈറ്റ്, ഓഡിയൻസ് ഫ്രൈറ്റ് അതൊന്നും എനിക്കില്ല. എന്താന്ന് തന്നെ എനിക്ക് അറിയില്ല, എങ്ങനെയാണ് പേടിക്കേണ്ടതെന്ന് തന്നെ അറിഞ്ഞു. ഒരു കാര്യത്തിലും ഇല്ല, അത് എന്ത് കാര്യത്തിലും ഇല്ല എനിക്ക്. അപ്പോൾ ആ ഒരു ഇത് ഉണ്ടായിരുന്നോണ്ട് സ്റ്റേജിലെ ഈ മൈക്ക് എക്സ്പീരിയൻസ് എനിക്ക് നല്ലോണം ഉണ്ട്. നമ്മൾ ഈ കുട്ടിക്കാലം ഓർക്കുമ്പോൾ, ഇപ്പൊ പറഞ്ഞല്ലോ അല്പം കുട്ടിത്തമുള്ള ഒരാളാണെന്ന് പറഞ്ഞു, കുട്ടിക്കാലം ഓർക്കുമ്പോൾ അല്പമെങ്കിലും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും കേട്ടിട്ടുള്ളൊരു ജീവിതമായിരുന്നു, അല്പമെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നൊരു ജീവിതമായിരുന്നു. അതിനെ എങ്ങനെയാണ് തെന്നൽ ഒരു മിന്നൽ വേഗതയിൽ പ്രതിരോധിച്ച് നിന്ന് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ ഒരു രഹസ്യം എന്ന് പറയാമോ? ഞാൻ അതിനൊന്നും പ്രതികരണം ചെയ്തിട്ടില്ല, പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആരോടും അങ്ങനെ എന്നെ കളിയാക്കുക. കാരണം അന്ന് കാലത്ത്, ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ, അന്ന് ഒരു പാട്ടുകാരി അല്ലെങ്കിൽ ഒരു ഗാനമേളയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വേറൊരു തരത്തിലാണ് അവരൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുന്നത്. ഇന്ന് പോലെയല്ല, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവർക്ക് റെസ്പെക്ട് ഉണ്ട്, ആർട്ടിസ്റ്റുകൾക്ക് റെസ്പെക്ട് ഉണ്ട്. അന്ന് അതല്ല. പക്ഷെ ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ എന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്റെ ഗ്രാമത്തിലെ ആൾക്കാർ, വലിയ ഇഷ്ടമായിരുന്നു എന്നെ. പക്ഷെ മാറി നിന്നുകൊണ്ട് അവർ പലതും എന്നെ ദൂഷണങ്ങൾ എന്നുവെച്ചാൽ ഇങ്ങനെ പോകുന്ന ശരിയല്ല, അങ്ങനെ അത് പാട്ടുകാരിൽ മാത്രമേ, അങ്ങനെ പല കാഴ്ചപ്പാടുകൾ ഉണ്ടല്ലോ, ഗ്രാമമാണ് പ്രത്യേകിച്ച്. അപ്പൊ ആ വിധത്തിൽ എനിക്ക് കുറെ, ഞാൻ നേരെ കേട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല എന്നല്ല, എനിക്ക് അതൊന്നും ആയിരുന്നില്ല വിഷയം. എനിക്ക് അതാണ് സത്യം, എനിക്ക് അതൊന്നും ആയിരുന്നില്ല വിഷയം. പാടാൻ പറഞ്ഞാൽ പാടുക, അവിടെ അത് മാത്രം ചിന്തിക്കുക, പഠിക്കാൻ നേരത്ത് പഠിക്കുക, എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ സബ്ജക്റ്റിൽ നിൽക്കുക. എനിക്ക് പാടല് പഠിക്കില്ല, രണ്ടും കൂടി മാത്രമല്ല, അന്നൊരു പ്രണയം പോലും എനിക്ക് സാധിച്ചിരുന്നില്ല, സത്യമാണത്. കാരണം ഇതൊന്നും പറ്റണില്ല, പാടുക പഠിക്കുക, ഇത് രണ്ടും ഉള്ളൂ. അപ്പൊ എനിക്കാണ് പ്രണയം ഭയങ്കര ഇഷ്ടം, എല്ലാ മനുഷ്യരെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരാൾ എന്നെ പ്രണയിച്ച എന്ത് സന്തോഷമുള്ള കാര്യം, പക്ഷെ ഇത് സാധിച്ചിരുന്നില്ല. അപ്പൊ പഠിക്കുക പാടുക, ഇത് രണ്ടും ഉള്ള ഒരു ലോകത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. കൂടുതലും നമുക്കപ്പോ പാട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ ഇവിടെ നമ്മളെ ഒരു ഇന്റർവ്യൂ മാഡത്തിന്റെ പ്രതീക്ഷിക്കുമ്പോഴേ നമ്മൾ രണ്ടുപേരും ഇവിടെ പ്രതീക്ഷിക്കും. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് മാഡത്തിന്റെ രണ്ടുപേരും നമ്മളിവിടെ കേൾക്കണം. മാഡത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രണ്ടുപേരി ഞങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരി ഒന്ന് പാടാൻ പറ്റുമെങ്കിൽ. കാറ്റിൽ, ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം,
ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം, കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം. താങ്ക് യു. ഇളം തെന്നൽ കാറ്റ് പോലെ ഉണ്ടായിരുന്നു. ഞാൻ അതേ പാട്ടൊന്നും ഇപ്പൊ പാടാറൊന്നും ഇല്ല കുട്ടിയെ, അതുകൊണ്ട് പക്ഷെ നന്നായിട്ടുണ്ട്. ഇത് പോയിട്ടില്ല ഇപ്പോഴും. നമുക്ക് ഇവിടെ മാഡത്തെ കൊണ്ടുവരുമ്പോഴേ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നതാണ് ഒരു പാട്ട് പാടിച്ചിട്ടേ വിടൂ, വരി കേട്ടിട്ട് നമുക്ക് പോകാൻ പറ്റൂ. താങ്ക് യു. അടുത്ത ചോദ്യം, ഇപ്പോ ശരത്ചന്ദ്രവർമ്മയുടെ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ ഒരു വരിയുണ്ട്, തെന്നിപ്പായും തെന്നലെ നിന്റെ തേരിൽ കയറാൻ വന്നിടാം. ഇപ്പോ എന്റെ സുഹൃത്തുക്കളെ ഒരുപാട് പേര് ജേർണലിസ്റ്റുകളുണ്ട്. മാഡം നയിച്ച തേര്, ആ തേരിന്റെ പിന്നാലെ നടന്ന് നീങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ജേർണലിസം എന്റെ സുഹൃത്തുക്കള് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? അയ്യോ, അഡ്വൈസ് കൊടുക്കാനൊന്നും ഞാൻ ആളായിട്ടില്ല. മാത്രല്ല ഞാൻ വിഷ്ണു, ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ ആരെയും ഫോളോ ചെയ്യരുത്, ആരെയും ഇമിറ്റേറ്റ് ചെയ്യരുത്. വിഷ്ണു എന്താണ്, വിഷ്ണുവിന് ഒരു യൂണിക്നെസ് ഉണ്ട്, ബ്ലെസ്ഡ് ആയിട്ട് ഒരു ലൈഫ് കിട്ടിയിട്ടുണ്ട്. ആ ലൈഫിൽ കൂടി വിഷ്ണു എന്താണോ അതായിട്ട് വളരുക. അല്ലാതെ ഒരാള് അവരെ കൂടി അങ്ങനെ, പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് എടുക്കാം. അല്ലാതെ നമ്മളെ ഒരാളെ അനുകരിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ ഇല്ലാതെയായിത്തീരും. പിന്നെ ഞാൻ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ആനുകാലികരായിട്ടിരിക്കുക, കണ്ടംപററി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മൾ ഇപ്പൊ 2026 നിങ്ങളായിരിക്കുക. അല്ലാതെ നിങ്ങൾ പഴയ ആൾക്കാരുടെ വാക്ക് കേട്ട് അങ്ങോട്ട് അവർ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ വലിയിൽ നിങ്ങൾ പെടരുത്. നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ആൾക്കാരാണ്. പുതിയ കാലത്തെ ആർജകൾ, അവരെ കുറിച്ച് അപ്പോ മാഡം 10-28 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. ഇപ്പൊ ഈ പുതിയ കാലത്തെ ആർജകളുടെ ഒരു അവതരണ ശൈലി ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അവർ ഭയങ്കര കുറച്ചും കൂടെ ഒരു സ്പീഡാണ്, എന്നാൽ അത് മാഡത്തിൽ നിന്ന് തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു പുനരാവാനാണ് സാധ്യത. കാരണം അവിടെ ഒരു ബ്രേക്ക് കൊണ്ടുവന്നത് മാഡം ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ വായനയിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇപ്പോഴത്തെ ആർജെ സ്റ്റൈല് അത് വളരെ അങ്ങനെ ആയി തീർന്നിരിക്കുന്നു. അപ്പോ അവരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു നിലപാട് എന്താണ് മാഡത്തിന്റെ? അവരുടെ ശൈലി എനിക്കിഷ്ടമാണ്. കാരണം അവരുടെ കാരണം മലയാളത്തെ അവർ മലയാളമായിട്ട് നന്നായിട്ട് പറയാനുള്ളൊരു ഭയത്തോടുകൂടിയാണ് വരും. കാരണം ശരിയാകൂ, ഞങ്ങൾ മലയാളം പറഞ്ഞാൽ ശരിയാകൂന്ന്. പക്ഷെ ആ ശരിയാക്കാനുള്ള പരിശ്രമം ആ ഭാഷ നന്നാക്കാനായിട്ട് അവരുടെ പരിശ്രമത്തെ ആ ഭാഷ നന്നായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം ഫാസ്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, നല്ലതാണ്. ഞാനും അതുപോലെ ചെയ്തിരുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആകാശവാണിയുടെ പഴയ ശൈലിയെ മാറ്റിക്കളഞ്ഞു. വളരെ ഫാസ്റ്റ് ആയിട്ട് ന്യൂസ് വായിക്കാനും വളരെ ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കാനും. അപ്പൊ ആൾക്കാരിങ്ങനെ ചോദിക്കും, എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ? ഞാൻ പറഞ്ഞു, അതിങ്ങനെ വന്നുപോയി, ഇറ്റ് ഹാപ്പൻ. ഇനി ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല, നല്ലത്. ഓക്കെ, പക്ഷെ അവരിത് ചെയ്യുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമുണ്ട്, കേൾക്കാനായിട്ട്. അത് നിങ്ങൾക്കും ഇഷ്ടമാണ്. കാരണം ഇത് പുതിയ യുഗമാണ്, പുതിയ കാലഘട്ടമാണ്, ഇത് വേഗതയുടെ കാലഘട്ടമാണ്. ഇവിടെ ഇങ്ങനെ പഴയതും പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടാവില്ല. അത് അവർക്ക് ആവശ്യമാണത്. അവരുടെ ചാനലിന് അത് ആവശ്യമാണ്. അവരുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ലിസണേഴ്സിന് അത് ആവശ്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിനനുസരിച്ച് മാഡത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാനിങ്ങനെ, നാളെ എനിക്ക് ഇന്റർവ്യൂ ഉണ്ട് എന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറയുമ്പോൾ, അച്ഛൻ 59 ആളാ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, ആർജെ പേരിങ്ങനെ പറയുമ്പോൾ, ഓക്കെ, ആ ഗായികയല്ലേ, എനിക്കറിയാം എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങോട്ട് പറയുന്നൊരു ഇതുണ്ട്. കൂടെ പറയുന്ന തെന്നൽ കൃഷ്ണ അല്ലേ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റും അച്ഛന്റെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ നിലനിർത്തി പോവുകയാണ് സംഗീതം പാരമ്പര്യം, മുന്നോട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും, ഇപ്പൊ മാഡത്തിന്റെ ജീവിതത്തിലായാലും വളരെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അച്ഛനെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്താണ്? എൻ്റെ അച്ഛൻ ഒരു സാധാരണ ഒരു ജോലിക്കാരനാണല്ല, വലിയ ഉദ്യോഗസ്ഥനൊന്നും ആയിരുന്നില്ല. പക്ഷെ അച്ഛന് വലിയ വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു, പുരോഗമന പരമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന് ഞങ്ങളെ 8 മക്കളെയും നന്നായിട്ട് വളർത്തിയെങ്കിലും അതിൽ കൂടുതൽ അതെല്ലാം ഗ്രാസ്പ് ചെയ്തെടുത്തത് ഞാനാണ്. അതെല്ലാം അങ്ങനെ അച്ഛന്റെ മക്കളിൽ ഏറ്റവും പ്രശസ്തയായതും ഞാൻ തന്നെയാണ്. മറ്റുള്ളവർ എത്രയും വളർന്നില്ല. പക്ഷെ എൻ്റെ അനിയൻ എൻ്റെ നേരെയുള്ള ബ്രദർ ഒരു നല്ല കേരളം അറിയുന്ന ഒരു തബലിസ്റ്റ് ആണ്, സെൽവൻ എന്ന് പറഞ്ഞിട്ട്. നേരെ ഏറ്റവും ഉള്ള അനിയൻ ഒരു ജാസ് പ്ലെയർ ആണ്.
പിന്നെ വേറെ ആരും അങ്ങനെ ഇതിലേക്ക് വന്നില്ല. അച്ഛന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അച്ഛന് വലിയ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. പിന്നെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ അച്ഛൻ ഞങ്ങളിലേക്ക് പകർന്നു തന്നിരുന്നു. ആ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് നല്ലോണം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നുണ്ട്. കാരണം അച്ഛൻ പഴഞ്ചനായിരുന്നില്ല. അതാണ് അത് കിട്ടിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കാനും അച്ഛന്റെ ആ ഒരു ധൈര്യം, പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള അച്ഛന്റെ ആ മനോധൈര്യം ഞങ്ങൾക്കും പകർന്നു തന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അത് അച്ഛനെ കുറിച്ചുള്ള ഒരു വലിയ മറക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഞാൻ എന്താണോ അത് അച്ഛൻ എന്നെ വിട്ടുപോയി അല്ലെ അമ്മ എന്നെ വിട്ടുപോയി എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്ന അവരുടെ ഒരു അംശമാണ് ഞാനെന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ ഇല്ല. അച്ഛൻ എൻ്റെ കൂടെ ഇല്ലല്ലോ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ അവരുടെ ഒരു അംശമാണ്. ബാറ്റൺ എൻ്റെ കയ്യിൽ തന്നിരിക്കുവാണ്. ഞാനിനി അത് മുന്നോട്ട് കൊണ്ടുപോകാണ്. കുറച്ചു നേരം കൂടുതൽ സംസാരങ്ങൾ, ഒരുപാട് ഓർമ്മകളിലേക്കും ഒരുപാട് ഇപ്പം നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു മാഡത്തെ നേരിട്ട് കാണുക, സംസാരിക്കുക, ഓർമ്മകൾ, രണ്ടുപേരും പാട്ട് കേൾക്കുക, എല്ലാം കൊണ്ടും കുറച്ചു നേരം കൊണ്ടും ഏറ്റവും വളരെ മനോഹരമാക്കി മാഡത്തിൻ്റെ സമയം ഞങ്ങൾക്ക് മീഡിയ സ്റ്റുഡൻസിന് വേണ്ടി അല്ലെങ്കിൽ ഇത്രയും ഈ കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടി തന്ന മാഡത്തിന് ഏറ്റവും അധികം നന്ദി കടപ്പെട്ടിരിക്കുന്നു. വളരെയധികം സന്തോഷം, താങ്ക് യു. പിന്നെ ഈ ചാനലിന് വേണ്ടി എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് അവസരം തന്നതിൽ ചാനലിലെ എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം, നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. വികസനത്തിന്റെ പേരിൽ നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന അവഗണന നാളെ വീണ്ടും വലിയ ദുരന്തങ്ങളായി മാറുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ശബ്ദമാണ് മാധവ് ഗാഡ്ഗിലിന്റേത്. പശ്ചിമഘട്ടത്തിന്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പ്രസക്തിയും വീണ്ടും ചർച്ചയാകുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സേവനങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. സൂര്യപ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും വേണ്ട. 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പ്രകൃതിയുടെയും മനുഷ്യന്റെയും നിലനിൽപ്പിന് വേണ്ടി പോരാടിയ പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകളാണിത്. വികസനത്തിന്റെ പേരിൽ കുന്നും മലയും ഇടിച്ചു നിർത്തുമ്പോൾ വരാനിരിക്കുന്ന അപകടത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയെ കാക്കാൻ മെയ്യും മനസ്സും അർപ്പിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്നതിലുപരി പച്ചയായ മനുഷ്യനായി ജീവിച്ച അദ്ദേഹം പ്രകൃതി ചൂഷണത്തിനെതിരെ കാലങ്ങളോളം പോരാടി. ഇന്ത്യയിലെ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും അക്കാദമിക് വിദഗ്ധനുമായിരുന്ന അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസിന്റെ സ്ഥാപകനും മുൻ തലവനുമായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച ഗാഡ്ഗിലിന് UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പോലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ മേഖലയായ പശ്ചിമഘട്ട സംരക്ഷണത്തിനായി നിരന്തരം പോരാടി. ലോകത്തിലെ 8 പ്രധാന ജൈവ വൈവിധ്യ സമ്പന്ന സ്ഥലങ്ങളിലൊന്നാണ് പശ്ചിമഘട്ടം. മനുഷ്യരുടെ കടന്നുകയറ്റവും കാലാവസ്ഥയിലെ മാറ്റവും പശ്ചിമഘട്ടത്തിലെ നിരവധി സസ്യങ്ങളെയും ജീവജാലങ്ങളെയും ഇല്ലാതാക്കി. ഇന്ത്യയുടെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളും അടങ്ങുന്ന പാരിസ്ഥിതിക വ്യൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം 2011 രൂപീകരിച്ച വിദഗ്ധ സമിതിയാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി. ജൈവ വൈവിധ്യ പരിസ്ഥിതി സംരക്ഷണ മേഖലകളിലെ 14 വിദഗ്ധരടങ്ങിയ ഈ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് അതിന്റെ അധ്യക്ഷനായിരുന്ന മാധവ് ഗാഡ്ഗിലിന്റെ പേരിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി നില വിലയിരുത്തുക എന്നതായിരുന്നു സമിതിയുടെ പ്രധാന ദൗത്യം. ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ടത്തെ 3 പരിസ്ഥിതി സൂക്ഷ്മ മേഖലകളായി വിഭാഗീകരിച്ചു. ഏറ്റവും പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലകളിൽ ഖനനം, വലിയ വ്യവസായങ്ങൾ, വലിയ അണക്കെട്ടുകൾ, ക്വാറികൾ എന്നിവയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്തു. 2010 മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് പശ്ചിമഘട്ട പരിസ്ഥിതി സംബന്ധിച്ച് പഠിക്കുന്നതിനായി ഈ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 2010 ഫെബ്രുവരി 9 നീലഗിരി മലകളിലെ കോത്തഗിരിയിൽ നടന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ സമ്മേളനത്തിനാണ് ഈ സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ജയറാം രമേശ് നടത്തിയത്. ഇന്ത്യയുടെ 40% വരുന്ന ഭൂപ്രദേശങ്ങൾ പശ്ചിമഘട്ട മലനിരകളോട് ബന്ധപ്പെട്ട പരിസ്ഥിതി വ്യൂഹത്തിന്റെ സ്വാധീന പ്രദേശങ്ങളായി വരുന്നുണ്ട്. ഏകദേശം 28 കോടി ജനങ്ങൾക്ക് ഈ വനങ്ങൾ ജീവിത ഉപയോഗങ്ങൾ നൽകുന്നു. ഈ മേഖലയിലെ അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനായി പശ്ചിമഘട്ടത്തിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടുള്ള സംരക്ഷണ പ്രക്രിയയ്ക്ക് തുടക്കമിടണമെന്നത്
കാലങ്ങളായുള്ള ജനകീയ ആവശ്യമായിരുന്നു. പരിസ്ഥിതി സംഘടനകളും ശാസ്ത്ര സാങ്കേതിക സമൂഹവുമൊക്കെയായി നടത്തിയ വിശദമായ സംവാദങ്ങൾക്കും സാങ്കേതിക ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണത്തിനും ശേഷം 2011 ഓഗസ്റ്റ് 31 ഗാഡ്ഗിൽ സമിതി തങ്ങളുടെ 522 പേജുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ കേരളത്തിലടക്കം എതിർപ്പുയർന്നെങ്കിലും 2018 മഹാപ്രളയം, 2019 ഉരുൾപൊട്ടൽ, 2024 വയനാട് ദുരന്തം തുടങ്ങിയവയ്ക്ക് ശേഷം ഗാഡ്ഗിൽ റിപ്പോർട്ട് വീണ്ടും ചർച്ചയായി. ഇവ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. അനധികൃത ഖനനം, പാറപൊട്ടിക്കൽ, നിർമ്മാണം, വനനശീകരണം എന്നിവ കാരണമാണ് ഇവ ഉണ്ടായതെന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത്. കേരളത്തിലെ പല ദുരന്തങ്ങളും ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ ഗാഡ്ഗിൽ ശരിയായിരുന്നു എന്ന വാദം ശക്തമായി. മാധവ് ഗാഡ്ഗിൽ പരിസ്ഥിതിയെ സ്നേഹിച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വികസനത്തിനെതിരല്ല, മറിച്ച് സുസ്ഥിരവും ദുരന്തരഹിതവുമായ വികസനത്തിലുള്ള മാർഗനിർദ്ദേശമാണ്. കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ അതിന്റെ ചില ശുപാർശകൾ ഇപ്പോഴും പ്രസക്തമാണ്. പരിസ്ഥിതി സംരക്ഷണമോ വികസനമോ എന്ന ചർച്ചയ്ക്കതീതമായി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സന്തുലനം ആവശ്യമാണെന്ന സന്ദേശമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ ഈ റിപ്പോർട്ട് ഇന്നും നിർണായക രേഖയായി തുടരുന്നു. ജനുവരി 26 ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായ ദിനം. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തെ വരവേൽക്കാൻ രാജ്യം മുഴുവൻ തയ്യാറെടുക്കുകയാണ്. ഭരണഘടനയുടെ മൂല്യങ്ങളും ജനാധിപത്യത്തിന്റെ ആത്മാവും നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിന്റെ മുന്നോടിയായി എന്തൊക്കെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം. ഇന്ത്യയുടെ ഹൃദയമിടിപ്പ് കർത്തവ്യപഥിലേക്ക് ചുരുങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ഓരോ ഭാരതീയന്റെയും ശിരസ് അഭിമാനത്താൽ ഉയരുന്ന 77ാം റിപ്പബ്ലിക് ദിനത്തെ വരവേൽക്കാൻ രാജ്യം സജ്ജമായി കഴിഞ്ഞു. 1950 ജനുവരി 26 ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മൾ മാറിയ ആ ചരിത്ര നിമിഷത്തിന്റെ ആവേശത്തിലാണ് രാജ്യം ഇന്നും. പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് കരുത്തും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന ആഘോഷങ്ങൾക്കായി രാജ്യം എങ്ങനെയാണ് ഒരുങ്ങുന്നത്? ഇത്തവണ പരേഡിൽ കാത്തിരിക്കുന്ന ആ വിസ്മയ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. और आकाश से हो रही है पुष्प वर्षा। സൈനിക കരുത്തിന്റെ കാര്യത്തിൽ ഇത്തവണ രാജ്യം അമ്പരപ്പിക്കും. ആദ്യമായാണ് ഇന്ത്യൻ സേനയുടെ ഫസ്റ്റ് ബാറ്റിൽ ആറെ പരേഡിൽ അണിനിരക്കുന്നത്. കരുത്തൻ T-19 ടാങ്കുകൾക്കും ബ്രഹ്മോസ് മിസൈലുകൾക്കുമൊപ്പം ആധുനിക കാലത്തെ ലേസർ ഡ്രോണുകളും കർത്തവ്യപഥിൽ അണിനിരക്കും. ആകാശത്ത് 29 യുദ്ധവിമാനങ്ങൾ ചേർന്ന് തീർക്കുന്ന ഫ്ലൈ പാസ്റ്റും ഇത്തവണത്തെ പരേഡിന്റെ ആവേശം കൂട്ടും. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന കാഴ്ചകളാണ് മറ്റൊരാകർഷണം. വന്ദേമാതരം എന്ന തീമിൽ 2500 കലാകാരന്മാർ അണിനിരക്കുന്ന പ്രത്യേക പ്രദർശനം പരേഡിന് തിളക്കം കൂട്ടും. പാൻ ഇന്ത്യൻ ബാൻഡുകളും ഒട്ടകപ്പടയും ഉൾപ്പെടെ 3 മണിക്കൂർ നീളുന്ന പരേഡാണ് രാജ്യം കാത്തിരിക്കുന്നത്. കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒന്നുണ്ട്. നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ടാബ്ലോ. കൊച്ചി വാട്ടർ മെട്രോയുടെ മോഡലും ഡിജിറ്റൽ സാക്ഷരതയിൽ കേരളം നേടിയ നേട്ടങ്ങളും ഇത്തവണ കർത്തവ്യപഥിൽ പ്രദർശിപ്പിക്കും. കർഷകരും കായിക താരങ്ങളും ഉൾപ്പെടെ 10,000 വിശിഷ്ടാതിഥികൾ ഇത്തവണ പരേഡ് കാണാൻ എത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന ചടങ്ങിലേക്ക് യൂറോപ്യൻ യൂണിയന്റെ 2 തലവന്മാരും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകത ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിനുണ്ട്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലയനും യൂറോപ്യൻ കൗൺസിലിംഗ് പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയുമാണ് ജനുവരി 26 കർത്തവ്യപഥിലെ ചടങ്ങുകളിൽ മുഖ്യ അതിഥികളാവുക. ഇത്തവണ രാഷ്ട്രപതി ഭവനിലെ അറ്റ് ഹോം വിരുന്നിന് എത്തുന്ന അതിഥികളെ കാത്തിരിക്കുന്നത് അമ്പരപ്പിക്കുന്ന ഒരു ക്ഷണക്കത്താണ്. വെറുമൊരു കടലാസ് കഷ്ണമല്ല, ഭാരതത്തിന്റെ പാരമ്പര്യം നെയ്തെടുത്ത ഒരു സാംസ്കാരിക വിസ്മയം. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ കൈത്തറിപ്പെരുമ വിളിച്ചോതുന്ന മനോഹരമായ ഒരു സ്കാർഫായി ഈ ക്ഷണക്കത്ത് മാറിയിരിക്കുന്നു.
മുള കൊണ്ടുണ്ടാക്കിയ പെട്ടിക്കുള്ളിൽ പ്രകൃതിദത്തമായ നൂലുകളിൽ വിരിഞ്ഞ ഈ കലാരൂപം സ്പർശിക്കാനും ധരിക്കാനും ഒരു നിധി പോലെ സൂക്ഷിക്കാനും കഴിയും. ഗ്രാമീണ നെയ്ത്തുകാരുടെ കഠിനാധ്വാനത്തിന് ആദരം നൽകിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ് രാഷ്ട്രപതി ഭവൻ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രാജ്യത്തിന്റെ ആദ്യ റിപ്പബ്ലിക് ദിന പരേഡ് ചരിത്രപരമായ സൈനിക പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. യുദ്ധക്കളത്തിൽ സേനാ വിഭാഗങ്ങളെ വിന്യസിക്കുന്ന രീതി ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രധാന പ്രത്യേകത. പുതിയതായി രൂപീകരിച്ച ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയന്റെ കരുത്തും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആധുനിക പ്രതിരോധ സംവിധാനങ്ങളും പരേഡിൽ അണിനിരക്കും. രാജ്യത്തിന്റെ സൈനിക കരുത്തും സാംസ്കാരിക ചരിത്രവും വിളംബരം ചെയ്യുന്ന വർണ്ണാഭമായ ചടങ്ങുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇനി മണിക്കൂറുകൾ മാത്രം. ഇതോടുകൂടി മാധ്യമജാലകത്തിന്റെ ഈ ലക്കം അവസാനിക്കുന്നു. നന്ദി.